BSOC 132 സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന വിഷയത്തിലെ 12ാമത്തെ യൂണിറ്റ് സെക്യുലറിസം എന്ന് പറയുന്ന യൂണിറ്റിൽ നേരത്തെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മിനിമം ഏത് രൂപത്തിലാണ് നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് ചേർക്കാൻ പറ്റുന്നത്, അതിന് ഇൻട്രൊഡക്ഷൻ പാർട്ട് എങ്ങനെയായിരിക്കണം, കണ്ടന്റ് പാർട്ട് എങ്ങനെയായിരിക്കണം, ദെൻ അതിന്റെ കൺക്ലൂഷൻ പാർട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു മിനിമം ലെവൽ ആണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. പ്രധാനമായിട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആകെ നോക്കേണ്ടത് സെക്യുലറിസം എന്ന ആശയമാണ്. സെക്യുലറിസം നോക്കുന്ന സമയത്ത് 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇന്ത്യൻ സെക്യുലറിസം, വെസ്റ്റേൺ സെക്യുലറിസം, രണ്ടും 2 രൂപത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ആ ഒരു ഡിഫറൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനെയും നമ്മളുടെ ഒരു ആലോചന കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നതും വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറയുന്നതും 2 അപ്രോച്ചസുകളാണ്. അതായത് ഒന്ന്, വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറയുമ്പോൾ അതിനകത്ത് മതവും രാഷ്ട്രവും തമ്മിൽ അതിനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള 2 എൻറ്റിറ്റികളാണ്. അതായത് ഇപ്പം മതം വേറെ, രാഷ്ട്രം വേറെ. അതായത് തീരെ മതത്തെ ഉൾക്കൊള്ളാത്ത അല്ലെങ്കിൽ മതത്തെ തീർത്തും മാറ്റി നിർത്തപ്പെട്ട ഒരു സെക്യുലറിസമാണ്, മതേതരത്വമാണ് വെസ്റ്റേൺ കൺട്രീസിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ രാഷ്ട്രത്തിന് സ്വന്തമായിട്ട് മതകീയ ഐഡന്റിറ്റി ഒന്നും ഇല്ലെങ്കിലും എല്ലാ മതങ്ങളെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു സിസ്റ്റം, ഇതാണ് ഇന്ത്യൻ സെക്യുലറിസത്തിനകത്തുള്ളത്. അപ്പം 2 സെക്യുലറിസം ഉണ്ട്. വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറയുന്നത് തീർത്തും ഒരു മതനിരപേക്ഷത, തീർത്തും മത ഇതരത്വം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, മതം ഇല്ലാത്ത അവസ്ഥയിൽ ഒരു മതത്തെയും പ്രത്യേകം പ്രോത്സാഹിപ്പിക്കാത്ത, ഒരു മതത്തിനും ഒരു തരത്തിലും പ്രാധാന്യം കൊടുക്കാത്ത ഒരു രാഷ്ട്രം. അതായത് സ്റ്റേറ്റിൽ നിന്ന് ചർച്ചിനെ വേർതിരിക്കുന്നു എന്നുള്ളതാണ് ആ കാലത്ത് പറഞ്ഞിരുന്നത്. ഇപ്പോൾ യൂറോ കേന്ദ്രീകൃതമായിട്ട് ക്രിസ്ത്യൻ ചർച്ചുകളെ സ്റ്റേറ്റിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സെക്യുലറിസം എന്ന ആശയങ്ങളൊക്കെ വരുന്നത്. അവിടുന്നാണ് ശരിക്കും സെക്യുലറിസം എന്ന ആശയം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കടമെടുക്കുന്നത്. എന്നാൽ പോലും നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യൻ സെക്യുലറിസത്തിലുള്ളത്. ഈ വ്യത്യാസം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെച്ചാൽ മതി. എന്നാൽ ബാക്കിയുള്ള ഇതിനകത്തുനിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനെയും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നേരിടാൻ പറ്റും. 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. ഒന്ന്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ സെക്യുലറിസം? എന്താണ് സെക്യുലറിസം എന്നുള്ളത്? അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഇന്ത്യൻ സെക്യുലറിസം മാത്രം പറഞ്ഞാൽ മതിയാവില്ല. വെസ്റ്റേൺ സെക്യുലറിസം എന്താണ്, ഇന്ത്യൻ സെക്യുലറിസം എന്താണ്, അതിന്റെ ക്രിറ്റിസിസം, അത് ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഡിസ്കസ് ക്രിട്ടിക്കലി എന്നുള്ളതാണ്. കുറച്ചും കൂടെ വിമർശനാത്മകപരമായിട്ട് അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ആ രൂപത്തിലാണ് നമുക്ക് അതിനെ കൊണ്ടുവരേണ്ടത്. ദെൻ രണ്ടാമത് വരുന്നത് വെസ്റ്റേൺ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ഡിഫറെന്റ് ഫ്രം ദ ഇന്ത്യൻ സെക്യുലറിസം. വെസ്റ്റേൺ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം എന്നുള്ളത് ഇന്ത്യൻ കോൺസെപ്റ്റിൽ നിന്ന് എന്താണ് മാറ്റമുള്ളത്. പിന്നെ മൂന്നാമത്തത് ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ഇൻ ഇന്ത്യ, സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇന്ത്യയുടെ സെക്യുലറിസം എങ്ങനെയാണ്. അപ്പം ഈ 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് നമുക്ക് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളത്. ഈ സെക്യുലറിസം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ്. ഒന്ന്, എന്താണ് സെക്യുലറിസം എന്നുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇന്ത്യൻ സെക്യുലറിസം വെസ്റ്റേൺ സെക്യുലറിസം തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ദെൻ ഇന്ത്യൻ സെക്യുലറിസം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായിരിക്കും കുറച്ചും കൂടെ കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇന്ത്യൻ സെക്യുലറിസം എന്താണ് എന്നുള്ളതും അതിന്റെ കോൺസെപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ സെക്യുലറിസം? അതിനെ വിമർശനാത്മകപരമായിട്ട് പരിശോധിക്കാനാണ്. അപ്പം ഈ 3 ക്വസ്റ്റ്യനകത്തും നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് എന്താണ് സെക്യുലറിസം എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. 3 ക്വസ്റ്റ്യനകത്തും വെസ്റ്റേൺ ഇന്ത്യൻ സെക്യുലറിസത്തിന് ഡിഫറൻസ് പറയുകയാണെങ്കിലും, ഇന്ത്യൻ സെക്യുലറിസം സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിലും, എന്താണ് സെക്യുലറിസം എന്ന് ചോദിക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം? ഇതിന്റെ 3 ക്വസ്റ്റ്യനകത്തും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യനകത്തും സെക്യുലറിസം എന്താണ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചു വെച്ച് പോകുന്നത് നല്ലതായിരിക്കും. സെക്യുലറിസം ഈസ് എ പ്രിൻസിപ്പിൾ ദാറ്റ് ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് ദ സ്റ്റേറ്റ്. മതവും രാഷ്ട്രവും തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ്, അതിനെയാണ് ശരിക്കും വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് ദ സ്റ്റേറ്റ്. ഈ ഭാഗത്ത് കാണുന്ന ഇതാണ് ഇതിന്റെ ഏറ്റവും കോർ പാർട്ട് എന്ന് പറയുന്നത്. എന്താണ് സെക്യുലറിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന അതിന്റെ ഒരു ഡെഫിനിഷനാണ് എന്ത്? സെക്യുലറിസം ദാറ്റ് ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ്. മതവും രാഷ്ട്രവും തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ്. അത് എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്നതാകുമ്പോൾ ഇന്ത്യൻ സെക്യുലറിസം ആവും, എല്ലാ മതങ്ങളെയും പുറത്തു നിർത്തുന്നതാകുമ്പോൾ വെസ്റ്റേൺ സെക്യുലറിസം ആവും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഞാൻ പറയുന്നത്. ഇത്
കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ടാകും. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ രൂപത്തിൽ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് ദ സ്റ്റേറ്റ്, അതാണ് നിങ്ങളുടെ ഡെഫിനിഷനിൽ 3 ക്വസ്റ്റ്യന്റെയും ഡെഫിനിഷനിൽ ഒന്നാമത് വരേണ്ടത് മതവും രാഷ്ട്രവും തമ്മിൽ ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്യുലറിസം എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതവും രാഷ്ട്രവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെ. അപ്പം ഇതിനകത്ത് പറയുന്നത് ദ ന്യൂട്രൽ സ്റ്റേറ്റ് ദാറ്റ് ഡസൻ പ്രിവിലേജ് എനി പെർട്ടിക്കുലർ റിലീജിയൻ, അതായത് ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം കൊടുക്കുക, ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള ഇൻഡിവിജ്വൽ ഫ്രീഡം കൊടുക്കുകയും രാഷ്ട്രം ഒരു മതത്തെയും പ്രത്യേകം പ്രിവിലേജ് കൊടുക്കാതിരിക്കുകയും ചെയ്യുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുമായിരിക്കും. ഇപ്പൊ ന്യൂട്രൽ സ്റ്റേറ്റ് ദാറ്റ് ഡസൻ പ്രിവിലേജ് എനി പെർട്ടിക്കുലർ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ സ്റ്റേറ്റ്, ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം രണ്ട് ഭാഗത്തേക്കും ചേർന്ന് നിൽക്കാതെ ഒരു ന്യൂട്രൽ ആയിട്ട് നിൽക്കുക. രാജ്യം എപ്പോഴും ന്യൂട്രൽ ആയിരിക്കും. ആ വാക്ക് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവരാൻ പറ്റും. എ ന്യൂട്രൽ സ്റ്റേറ്റ് ദാറ്റ് ഡസൻ പ്രിവിലേജ് എനി പെർട്ടിക്കുലർ റിലീജിയൻ. അവിടെ നിങ്ങൾക്ക് എന്ത് കൊണ്ടുവരാം, ഡോമിനന്റ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രിവിലേജിന് പകരം വേറെന്ത് പദം വേണമെങ്കിലും അവിടെ കൊണ്ടുവരാം. അവിടെ കൊടുക്കേണ്ടത് രാജ്യത്തിന് പ്രത്യേക ഒരു മതം ഉണ്ടാവില്ല, എന്നാൽ എല്ലാ മനുഷ്യർക്കും എന്ത് ചെയ്യാം, ഇൻഡിവിജ്വലി അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ ചേരാം. ഏത് വിശ്വാസത്തിലും മതത്തിലൊക്കെ ചേരാനുള്ള അലോവിങ് ഇൻഡിവിജ്വൽസ് ദ ഫ്രീഡം ടു പ്രാക്ടീസ് ദെയർ ഫെയ്ത്ത് ഓർ നോട്ട്. അവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അതിന് രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകുന്നുണ്ടാകും. ഇതാണ് ശരിക്കും സെക്യുലറിസം എന്താണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഈ 3 ക്വസ്റ്റ്യന്റെയും ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതേണ്ടത്. സെക്യുലറിസം എന്ന് പറയുന്നത് രാഷ്ട്രവും മതവും തമ്മിലുണ്ടാകുന്ന റിലേഷൻഷിപ്പാണ്. രണ്ടാമത് പറയുന്നത് ഒരു മതത്തിനും പ്രത്യേക പ്രാധാന്യം നൽകാതിരിക്കുക, പ്രിവിലേജ് എനി പെർട്ടിക്കുലർ റിലീജിയൻ. ഒരു മതത്തിനും പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് നൽകാതിരിക്കുക. പ്രിവിലേജ് എന്ന് പറയുന്നത് ഒരു മതത്തിന് മാത്രം പ്രത്യേക പദവി നൽകാതിരിക്കുക. എന്നിട്ട് എന്ത് നൽകണം, ഇൻഡിവിജ്വലിന് ഇഷ്ടപ്പെട്ട മതത്തിൽ ചേരാനും ചേരാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പോഴാണ് അതെന്തായി മാറുന്നത്, സെക്യുലർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, മതേതരത്വം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഓരോ കൾച്ചറിനനുസരിച്ച് ഓരോ രാഷ്ട്രത്തിനനുസരിച്ച് എന്തുണ്ടാകും, ഈ സെക്യുലറിസത്തിൽ മാറ്റം ഉണ്ടാകും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്, വെസ്റ്റേൺ സെക്യുലറിസവും ഇന്ത്യൻ സെക്യുലറിസവും. ഇവിടെ പറയുന്നുണ്ടല്ലോ, സെക്യുലറിസംസ് മീനിങ് അപ്ലിക്കേഷൻ വേരി അക്രോസ് കൾച്ചേഴ്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച്, ചരിത്രപരമായിട്ടുള്ള കോണ്ടെക്സ്റ്റിനനുസരിച്ച്, കൾച്ചറിനനുസരിച്ച്, സംസ്കാരങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യും, സെക്യുലറിസം എന്ന് പറയുന്ന ആശയം മാറ്റം വ്യത്യാസപ്പെടും. ഇപ്പൊ വെസ്റ്റേൺ സെക്യുലറിസത്തിൽ നിന്ന് ഇന്ത്യൻ സെക്യുലറിസത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മതം ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒന്നാണ്. വളരെ ഇൻഡെപ്ത് ആയിട്ട് ഡീപ്പായിട്ട് മതം പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരം മതങ്ങൾ, ഒരുപാട് മതങ്ങൾ രൂപപ്പെട്ടു വന്ന ഒരു രാജ്യം കൂടിയാണല്ലോ. അപ്പം ഇന്ത്യ സെക്യുലറിസത്തെ എടുക്കുന്ന സമയത്ത് എല്ലാ മതങ്ങളെയും കൂടെ കൂട്ടി യോജിപ്പിച്ച് നിലനിർത്താൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരിക്കും ഇന്ത്യ നോക്കുന്നത്. വെസ്റ്റേൺ സെക്യുലറിസത്തിൽ നമ്മൾ നേരത്തെ ഈ എൻലൈറ്റ്മെന്റിന്റെയും അതുപോലെ തന്നെ സയന്റിഫിക് റവല്യൂഷന്റെ ഒക്കെ കാലം വന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ചർച്ചും സ്റ്റേറ്റും തമ്മിലുള്ള, മതവും സ്റ്റേറ്റും തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ആ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് കുറെ സയൻസ് രൂപപ്പെടുകയും സയന്റിഫിക് റവല്യൂഷൻ രൂപപ്പെടുകയും മതത്തെ പുറത്തു നിർത്തുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വെസ്റ്റേൺ കൺട്രീസിൽ ഉണ്ടായിരുന്നത്. അപ്പം ഈ രണ്ട് സെക്യുലറിസവും തമ്മിൽ എന്തുണ്ട്, വളരെ കൃത്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് കൊണ്ടുവരാം, ഓരോ കൾച്ചറിനകത്തും അതുപോലെ തന്നെ ഓരോ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനകത്തും സെക്യുലറിസം മാറ്റം ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെസ്റ്റേൺ സെക്യുലറിസവും ഇന്ത്യൻ സെക്യുലറിസം ഇതിനൊരു ഉദാഹരണമാണ് എന്ന് ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് പറയാം. എന്നിട്ട് അവസാനം നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് അവസാനിപ്പിക്കേണ്ടത് ഐഡിയൽ ഫോം ഓഫ് ദി സെക്യുലറിസം റിമൈൻസ് എ ടോപ്പിക് ഓഫ് ഡിബേറ്റ്. ഈ സെക്യുലറിസം എന്ന് പറയുന്ന ടോപ്പിക് ഇപ്പോഴും എന്താണ്, ഒരു ഡിബേറ്റിലുള്ള ടോപ്പിക്കാണ്. ഇപ്പോഴും അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നിരന്തരമായിട്ടുള്ള സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് സെക്യുലറിസം, ഇന്ത്യൻ സെക്യുലറിസം ആണോ, വെസ്റ്റേൺ സെക്യുലറിസം ആണോ യഥാർത്ഥ സെക്യുലറിസം, അല്ലെങ്കിൽ സെക്യുലറിസത്തിനകത്ത് തന്നെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രൂപത്തിലുള്ള ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. അപ്പൊ നിങ്ങൾ ടോട്ടൽ ഈ 3 ക്വസ്റ്റ്യനെയും അഡ്രസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സെക്യുലറിസം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സെക്യുലറിസം എന്ന് പറയുന്നത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കേൾക്കുന്ന പോലെ മതേതരത്വം എന്നുള്ളതാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റും റിലീജിയനും, മതവും സ്റ്റേറ്റും, സ്റ്റേറ്റ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭരണകൂടം അല്ലെങ്കിൽ രാജ്യം, രാഷ്ട്രം എന്നുള്ളതൊക്കെയാണ്. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്യുലറിസം എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റേറ്റ് എപ്പോഴും ഒരു ന്യൂട്രൽ ആയിരിക്കും. അതുപോലെ തന്നെ പ്രത്യേക മതത്തിന് പ്രിവിലേജ് ഉണ്ടാവില്ല. പ്രിവിലേജ് ഉണ്ടെങ്കിൽ അവിടെ സെക്യുലറിസം എന്ന് പറയാൻ പറ്റില്ലല്ലോ, അവിടെ മതരാജ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. മതേതര രാജ്യം എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകം പ്രിവിലേജ് ഉണ്ടാവില്ല.
ഇൻഡിവിജ്വൽസിന് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നു, ഫ്രീഡം കൊടുക്കുന്നു, സ്വാതന്ത്ര്യം കൊടുക്കുന്നു, മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് ഓരോ കൾച്ചറിനനുസരിച്ചും എന്ത് മാറി വരാം, സെക്യുലറിസം മാറി വരാം. അവിടെ നമുക്ക് എന്ത് എക്സാമ്പിൾ കൊടുക്കാം? ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് വേറെ ഒരു മോഡാണ്, വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറയുന്നത് വേറൊരു മോഡാണ്. അത് നമുക്ക് കൊടുക്കാം. എന്നിട്ട് അവസാനം നമുക്ക് പറഞ്ഞു വെക്കേണ്ടത് എന്താണ്? ഈ സെക്യുലറിസം എന്ന് പറയുന്ന ആശയം നിരന്തരമായി സംവാദത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ്, നിരന്തരമായിട്ടുള്ള ഡിബേറ്റിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ്. അത് നമുക്ക് അവിടെ പറഞ്ഞു വെക്കാൻ പറ്റും. ഇനി എന്താണ് സെക്യുലറിസം എന്ന് പറയുന്ന ആശയം? അതിനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കണ്ടന്റ് പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ മൂന്നാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം തന്നെയാണ് കണ്ടന്റ് പാർട്ടിൽ എഴുതുന്നത്, പുതിയതായിട്ട് ഒന്നും അതിനകത്ത് കൊടുക്കുന്നില്ല. ഒന്ന്, സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ്. ചർച്ച് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് യൂറോ കേന്ദ്രീകൃതമായിട്ട് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ചർച്ച് ഈക്വൽ ടു റിലീജിയൻ എന്നുള്ളതാണ്. ദെൻ സ്റ്റേറ്റ് ഈക്വൽ ടു രാഷ്ട്രം എന്നുള്ളതാണ് നമ്മളെപ്പോഴും കാണേണ്ടത്. ചർച്ച് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവരുത്. ചർച്ച് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സെക്യുലറിസത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞ പോലെ എന്താണ്, സ്റ്റേറ്റും മതവും റിലീജിയനും തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാനാണ് എന്ന് പറയുന്നത് സെക്യുലറിസം എന്ന് പറയുന്നത്. അപ്പം സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ്, നേരത്തെ മതവും രാജ്യവും ഒന്നായിരുന്നു, മതരാജ്യങ്ങളായിരുന്നു. ഇപ്പൊ ക്രിസ്ത്യൻ ഭരണകൂടം, പോപ്പിന്റെ ഭരണകൂടം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവരുടെ മതം ആണ് എന്ത് ചെയ്യുന്നത്, രാഷ്ട്രത്തെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് മതത്തെ സെപ്പറേറ്റ് ചെയ്യുക, അതിൽ നിന്ന് മതത്തെ വേർതിരിക്കുക എന്നുള്ളിടത്താണ് സെക്യുലറിസം രൂപപ്പെടുന്നത്. അപ്പൊ ദിസ് ഈസ് ദ കോർ സ്റ്റോൺ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് പറയുക, ഒരു കോർ പാർട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, സെൻട്രൽ പോയിന്റ്, കോർ പാർട്ട് എന്നൊക്കെ പറയുന്നതാണ് സെക്യുലറിസത്തിന്റെ കോർ പാർട്ട് എന്ന് പറയുന്നത്. മതത്തെ രാജ്യത്തിൽ നിന്ന് വേർപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ് എന്ത്, ഗവൺമെന്റിന് എന്തുണ്ടാവില്ല, പ്രത്യേകമായിട്ടൊരു മതത്തെ പ്രൊമോട്ട് ചെയ്യില്ല. അതൊക്കെ ഇതിന് താഴെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഗവൺമെന്റ് ഒരു പ്രത്യേക മതത്തെ പ്രൊമോട്ട് ചെയ്യില്ല. അത് മാത്രമല്ല, മതത്തിന്റെ ആശയങ്ങളിലേക്ക് ഗവൺമെന്റ് ഇടപെടുകയും ചെയ്യില്ല. മതപരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക്, അല്ലെങ്കിൽ മതപരമായിട്ട് വിശ്വാസ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഗവൺമെന്റ് അതിനകത്ത് ഇടപെടുന്നില്ല. അപ്പം എല്ലാം എന്തായിരിക്കും, ഒരു ബേസ്ഡ് ഓൺ ഒരു സെക്യുലർ പ്രിൻസിപ്പിളിനകത്തുള്ള നിയമങ്ങളും മറ്റുമായിരിക്കും ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക. അപ്പം എല്ലാവർക്കും എന്ത് ചെയ്യാം, വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ഇതൊക്കെ ഒരു രാജ്യത്ത് സംഭവിക്കും. വിശ്വസിക്കുന്നവരുണ്ടാകും, വിശ്വസിക്കാത്തവർ. മതരാജ്യമാണെങ്കിൽ എല്ലാ ആളുകളും അത് വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ മതേതര രാജ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റും മതവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തു. ഇനി സ്റ്റേറ്റിന് ഇതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല. എന്നാലോ ഗവൺമെന്റ് ഒരു മതത്തെയും പ്രിവിലേജ് കൊടുക്കൂല, ഒരു മതത്തെയും പ്രൊമോട്ട് ചെയ്യില്ല, ഒരു മതത്തിന്റെയും ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെടില്ല. അപ്പം ഇതിനെയാണ് എന്ത് പറയുന്നത്, സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും എന്താണ് സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണത് സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ്. രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്ന ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ടു ചൂസ് ദെയർ ഓൺ റിലീജിയൻ എന്നുള്ളതാണ്. സെക്യുലറിസം വരുന്നതോടുകൂടെ എന്ത് ചെയ്യാം, ഓരോ ഇൻഡിവിജ്വലിനും അവർക്ക് ഇഷ്ടമുള്ള മതത്തെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഇതാണ് അതിനകത്ത് വരേണ്ടത്. അതായത് ആർക്കും എന്തുണ്ടാവില്ല, പ്രത്യേകമായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷനോ പ്രിവിലേജോ ഒന്നും ഉണ്ടാവില്ല. ആർക്കും നിർബന്ധിക്കലുകളൊന്നും ഉണ്ടാവില്ല. ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള മതത്തിൽ എന്ത് ചെയ്യാം, സ്വീകരിക്കാം. ദ ന്യൂട്രാലിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, ഇതൊക്കെ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പോയിന്റ് ഇട്ടിട്ട് ഹെഡിങ് കൊടുത്തുകൊണ്ട് എഴുതുന്നത്. ന്യൂട്രൽ ടുവേർഡ്സ് റിലീജിയൻ, എല്ലാ മതങ്ങളോടും തുല്യമായിട്ട് നിലനിൽക്കുക. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എല്ലാ മതങ്ങളോടും തുല്യമായിട്ടായിരിക്കും എന്തുണ്ടാവുക, അതിന്റെ ഒരു അപ്രോച്ച് ഉണ്ടാവുക, സ്റ്റേറ്റിന്റെ അപ്രോച്ച് ഉണ്ടാവുക. കാരണം സ്റ്റേറ്റിന് സ്വന്തമായിട്ട് മതമില്ല. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാ മതങ്ങളോടും സ്റ്റേറ്റിന് ഉണ്ടാകുന്ന അകലം എന്ന് പറയുന്നത്, ദൂരം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഇതാണ് 3 പ്രധാനപ്പെട്ട ആസ്പെക്ട്സ്. സെക്യുലറിസം എന്ന് പറയുമ്പോൾ നമ്മൾ 3 പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ്, ഫ്രീഡം ഓഫ് റിലീജിയൻ, ന്യൂട്രാലിറ്റി ഓഫ് ദി സ്റ്റേറ്റ്. ചർച്ച് ആൻഡ് സ്റ്റേറ്റിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുക. ദെൻ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഫ്രീഡം കൊടുക്കുക, വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള ഇൻഡിവിജ്വൽ ഫ്രീഡം കൊടുക്കുക. ദ ന്യൂട്രാലിറ്റി ഓഫ് ദി സ്റ്റേറ്റ്, സ്റ്റേറ്റിന് എന്ത് ചെയ്യണം, എപ്പോഴും
ന്യൂട്രൽ സ്റ്റേജിലാണ് സ്റ്റേറ്റ് നിൽക്കേണ്ടത്. ഒരു മതത്തോടും പ്രത്യേക താല്പര്യമില്ലാത്ത, ഒരു മതത്തിന്റെയും ആചാരങ്ങൾ സ്റ്റേറ്റിനകത്തേക്ക് കടന്നു വരാത്ത, വളരെ കൃത്യമായിട്ടുള്ള ഒരു അകലം, ഒരു സമദൂര സിദ്ധാന്തമാണ് എല്ലാ മതത്തോടും എന്ത് ചെയ്യേണ്ടത്, സ്റ്റേറ്റ് പാലിക്കേണ്ടത്. ഇതാണ് ന്യൂട്രാലിറ്റി ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് മൂന്നുമാണ് നിങ്ങൾ കണ്ടന്റ് പാർട്ടിൽ ഏറ്റവും മെയിൻ ആയിട്ട് എഴുതേണ്ടത്. ഇനി നമുക്ക് സെക്യുലറിസം സെക്യുലറിസം എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്, അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് പറയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ആണല്ലോ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വന്നത്. അപ്പം അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് റിലീജിയസ് ഫ്രീഡം എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അപ്പം ഒരു മതപരമായിട്ടുള്ള ഒരു ടോളറൻസ്, പ്ലൂറലിസം, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. റിലീജിയസ് ഫ്രീഡം കൊടുക്കുന്നു സെക്യുലറിസം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ആർക്കും അവർക്ക് ഇഷ്ടമുള്ള മതത്തിനകത്തേക്ക് ചേരാനും ചേരാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, മറ്റു മതങ്ങളെ ബഹുമാനിക്കാനും സഹിഷ്ണുത കാണിക്കാനും എല്ലാവരും തുല്യമാണ് എന്ന അർത്ഥത്തിലേക്ക് വരാനും ഒക്കെയുള്ള ഒരു സാധ്യത എന്ത് ചെയ്യുന്നു, സെക്യുലറിസം തുറന്നു കൊടുക്കും. ദെൻ ഈക്വാലിറ്റി ഫോർ ഓൾ, എല്ലാം ഏകദേശം ഒരേ സാധനം തന്നെയാണ്. നമ്മൾ പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ എസ്സേ ഇങ്ങനെ വലുതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പം മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട് എന്തുണ്ടാകും, എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. തുല്യമായിട്ടുള്ള അവകാശമാണ് സെക്യുലർ സ്റ്റേറ്റിനകത്ത്. ഇപ്പം ഇന്ത്യ ആണെങ്കിൽ ഹിന്ദു മതത്തിനും മുസ്ലിം ഇസ്ലാം മതത്തിനും അതുപോലെ തന്നെ സിഖ് മതത്തിനും ഏത് മതമാണെങ്കിലും അവർക്കുള്ള രാജ്യത്തിലുള്ള റൈറ്റ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അതാണ് ഇക്വാലിറ്റി ഫോർ ഓൾ. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, അതായത് ഒരു പൊളിറ്റിക്കൽ സ്ഫിയറിനകത്ത് നിന്ന് മതത്തെ റിമൂവ് ചെയ്യുന്നതോടുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കുറച്ചും കൂടെ ഒരു കോൺഫ്ലിക്റ്റുകൾ കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പം പൊളിറ്റിക്കൽ സ്ഫിയറിനകത്ത് മതം നിൽക്കുമ്പോൾ വലിയ രൂപത്തിൽ മതം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇമോഷണൽ ആണല്ലോ. അപ്പോൾ പൊളിറ്റിക്കൽ സ്ഫിയറിനകത്ത്, ഒരു രാഷ്ട്രീയത്തിനകത്ത് മതം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വർഗീയതയിലേക്ക്, അത്തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്ക് അതെത്തും. അപ്പം പൊളിറ്റിക്സിനകത്ത് നിന്ന് മതം പതുക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സോഷ്യലി നിലനിൽക്കുന്നതായതുകൊണ്ട് തന്നെ എന്തുണ്ടാകും, കോൺഫ്ലിക്റ്റുകളൊക്കെ കുറവായിരിക്കും. ഇതാണ് അതിന്റെ ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത് മൂന്നുമാണ് സെക്യുലറിസത്തിന്റെ ആർഗ്യുമെന്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സെക്യുലറിസം മുന്നോട്ട് എന്തുകൊണ്ട് സെക്യുലറിസം എന്നുള്ളതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, റിലീജിയസ് ഫ്രീഡം, ഇക്വാലിറ്റി ഫോർ ഓൾ, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ആർഗ്യുമെന്റ്സ് ഫോർ സെക്യുലറിസം എന്ന് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആസ്പെക്ട്സ് ഓഫ് സെക്യുലറിസം എന്ന് എഴുതുന്നതോട് കൂടെ തന്നെ എന്ത് ചെയ്യാം, ഈ സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ്, ഫ്രീഡം ഓഫ് റിലീജിയൻ, ന്യൂട്രാലിറ്റി ഓഫ് ദി സ്റ്റേറ്റ്, ഇത് എഴുതിയതിനു ശേഷം ഇങ്ങനെ തന്നെ വേണമെങ്കിൽ എഴുതിയിട്ട് പോരാം. റിലീജിയസ് ഫ്രീഡം, ഈക്വാലിറ്റി ഫോർ ഓൾ, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. ഇനി ഇത് ഇങ്ങനെ എന്തിനാണ് ആർഗ്യുമെന്റ് എഴുതുന്നത് വെച്ചാൽ, ക്വസ്റ്റ്യനകത്ത് എന്തുണ്ട്, ക്രിട്ടിക്കൽ ആയിട്ട് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, വിമർശനപരമായിട്ട് നമ്മൾ പറയണമെങ്കിൽ ആദ്യം എന്താണ് സെക്യുലറിസം മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ എന്ന് പറയണല്ലോ. അത് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുന്നത്. ദെൻ അതിന്റെ ക്രിറ്റിസിസം എന്തൊക്കെയാണ്, വിമർശനങ്ങൾ വരുന്നത് 4 തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് മാർജിനലൈസേഷൻ ഓഫ് റിലീജിയൻ, വെസ്റ്റേൺ ബയാസസ്, ദെൻ സ്റ്റേറ്റ് ന്യൂട്രാലിറ്റി ആസ് ഹോസ്റ്റിലിറ്റി, ദെൻ സെക്യുലറൈസേഷൻ വിഎസ് സെക്യുലറിസം. എന്താ നമുക്ക് നോക്കാം. ഒന്ന്, മാർജിനലൈസേഷൻ ഓഫ് റിലീജിയൻ. മതങ്ങൾ അരികുവൽക്കരിക്കപ്പെടുന്നു. രാജ്യത്തെ ഏറ്റവും പരമപ്രധാനമായിട്ട് ഇപ്പൊ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് കാണുന്ന പല മതങ്ങളെയും എന്ത് ചെയ്യുന്നു, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം എന്ന് പറയുന്നതോടുകൂടെ മുഴുവൻ മതങ്ങളും ചില വളരെ ഡോമിനന്റ് ആയിട്ട് നിലനിന്ന മതങ്ങൾ വരെ എന്ത് ചെയ്യും, പബ്ലിക് ലൈഫിൽ നിന്ന് ഇത് കുറച്ചും കൂടെ എക്സ്ക്ലൂഡഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പൊ സെക്യുലറിസം മാർജിനലൈസ് റിലീജിയൻ, എക്സ്ക്ലൂഡിങ് ഇറ്റ് ഫ്രം പബ്ലിക് ലൈഫ്. അതായത് ഒരു പൊതുജീവിതത്തിൽ നിന്ന് മതത്തിന്റെ പ്രാധാന്യം കുറയുന്നു എന്നുള്ളത് സെക്യുലറിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസമായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്, മതരാജ്യമാണെങ്കിൽ കൂടുതൽ മതത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവുകയും അവിടെയുള്ള ആളുകളിലൊക്കെ കുറച്ചും കൂടെ കൂടുതൽ ഇതിന്റെ പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ കൂടുകയും ചെയ്യും. അപ്പം ഒരു സെക്യുലർ രാജ്യമാണ്, ആർക്കും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പബ്ലിക് ലൈഫിൽ നിന്ന് എന്ത് നഷ്ടപ്പെടും, മതത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ക്രിറ്റിസിസമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി വെസ്റ്റേൺ ബയാസ് എന്ന് പറയുന്നത് ശരിക്കും വെസ്റ്റേൺ കോൺസെപ്റ്റിനകത്ത് ഉള്ള വെസ്റ്റേൺ കോൺസെപ്റ്റിനകത്തുള്ള സെക്യുലറിസം എന്ന് പറയുന്നത് എന്താണ്, തീർത്തും ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ട് റിലീജിയസ് ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്, കൾച്ചറുകളുണ്ട്. അത്തരം സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ള വെസ്റ്റേൺ
ബയാസ് ഉണ്ടാകുന്ന സമയത്ത്, അവരോടൊരു ഒരു പക്ഷം ചേർന്ന് നിൽക്കുന്ന സമയത്ത് വലിയ രൂപത്തിലുള്ള പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം വെസ്റ്റേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഇത് രൂപപ്പെട്ടു വന്നത് എന്ന് പറയുമ്പോൾ പോലും അതെന്തുണ്ട്, വലിയ രൂപത്തിൽ ഈ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് മതം പ്രാക്ടീസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ വലിയ പ്രശ്നമായിട്ട് അത് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പം വെസ്റ്റേൺ ബയാസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ക്രിറ്റിസിസം ഓഫ് സെക്യുലറിസത്തിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ്. ദെൻ സ്റ്റേറ്റ് ന്യൂട്രാലിറ്റി ആസ് ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നത് ചില മതങ്ങൾക്ക് ഒരു 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 പ്രത്യേക പ്രാധാന്യം, പ്രത്യേക സംരക്ഷണം, അങ്ങനെ ഒരു പബ്ലിക് സ്ഫിയറിനകത്ത് ന്യൂട്രാലിറ്റി എന്ന് പറയുന്നിടത്ത് തന്നെ കൊടുക്കാൻ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത് പറയുന്നത് സ്റ്റേറ്റ് ന്യൂട്രാലിറ്റി ആസ് ഹോസ്റ്റിലിറ്റി എന്നുള്ളതാണ്. ക്രിട്ടിക്സ് ആർഗ്യൂഡ് ദാറ്റ് സ്റ്റേറ്റ് ന്യൂട്രാലിറ്റി ക്യാൻ സംടൈംസ് ബി പെർസീവ്ഡ് ആസ് ഹോസ്റ്റിലിറ്റി ടുവേർഡ്സ് റിലീജിയൻ. മതങ്ങൾ തമ്മിലുള്ള ഒരു ശത്രുതയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റിന് ഒരു സ്റ്റേറ്റ് ഒന്നിലും ഇടപെടാതെ പ്രത്യേകം നിലനിൽക്കുന്ന സമയത്ത്, ന്യൂട്രലായിട്ട് നിലനിൽക്കുന്ന സമയത്ത് ഡോമിനന്റ് ആയിട്ടുള്ള മതങ്ങൾ ഉണ്ടാകും, വളരെ ന്യൂനപക്ഷമായിട്ടുള്ള മതങ്ങൾ ഉണ്ടാകും. ഇത് തമ്മിലൊക്കെയുള്ള ഒരു ശത്രുത രൂപപ്പെടാനുള്ള ഒരു കാര്യമുണ്ട്. സ്റ്റേറ്റ് എല്ലാറ്റിനോടും സമദൂരമാണല്ലോ ഉള്ളത്. ഇപ്പം ഏറ്റവും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മതവിഭാഗത്തിന് വളരെ കുറഞ്ഞ കാര്യങ്ങൾ കൊടുക്കുകയും ന്യൂനപക്ഷ മതങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് ന്യൂട്രലായിട്ട് നോക്കുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഉണ്ടാവുക. കാരണം അവർ എണ്ണത്തിൽ കുറവാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷ മതവിഭാഗങ്ങൾക്ക്, ജനവിഭാഗങ്ങൾക്ക് കിട്ടുന്നതിന് കുറച്ച് കുറവ് സംഭവിക്കൽ സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സ്റ്റേറ്റ് എല്ലാവരോടും സമദൂരം പാലിക്കുകയും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പലതും കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും, ശത്രുതകൾ ഉണ്ടാകും. ഹോസ്റ്റിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ശത്രുതാ മനോഭാവം എന്നുള്ളതാണ്. പരസ്പരം ശത്രുത ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് സ്റ്റേറ്റ് എല്ലാവരോടും ഒരേപോലെ. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമുക്ക് അത് ചെറിയ രൂപത്തിലൊക്കെ കാണാൻ പറ്റും. ഇപ്പം ഹിന്ദുത്വവാദികളൊക്കെ വാദിക്കുന്നത് പോലെ അവർക്ക് കുറച്ചധികം കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല, ന്യൂനപക്ഷങ്ങൾക്കാണ് ഇവിടെ കാര്യമായിട്ട് കിട്ടുന്നത് എന്നൊരു ഒരു പൊള്ളയായിട്ടുള്ള വാദമാണെങ്കിൽ പോലും അത്തരം ഒരു വാദം നിലനിൽക്കുന്നത് കുറച്ചും കൂടെ ശത്രുതാപരമായിട്ടുള്ള മനോഭാവങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, അത് എത്തിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ഡിസ്റ്റിങ്വിഷൻ ബിറ്റ്വീൻ സെക്യുലറൈസേഷൻ ആൻഡ് സെക്യുലറിസം. സെക്യുലറൈസേഷൻ വേഴ്സസ് സെക്യുലറിസം. ഇവിടെ നമ്മൾ ശരിക്കും വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു ഇറാഡിക്കേറ്റ് റിലീജിയൻ, അതായത് മതത്തെ തീർത്തും ഇല്ലാതെയാക്കാനുള്ള ഒരു പ്രോസസ് ആയിട്ടാണ് പലപ്പോഴും എന്ത് കാണാറുള്ളത്, സെക്യുലറൈസേഷൻ പോലെയുള്ള പ്രോസസ്സുകൾ കാണാറുള്ളത്. അപ്പം ശരിക്കും എല്ലാ മതങ്ങൾക്കും ആളുകൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനും അതിൽ പ്രബോധനം നടത്താനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കുമല്ലോ സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ സെക്യുലറൈസേഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എല്ലാ മതങ്ങൾക്കുള്ള പ്രാധാന്യവും മറ്റൊക്കെ ഒഴിവാക്കി മതത്തെ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് പലപ്പോഴും പോവാം. അതൊരു വലിയ പ്രശ്നമാണ്. അത്തരത്തിലുണ്ടാകുന്ന സെക്യുലറിസത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സെക്യുലറൈസേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്, മതത്തെ നിരാകരിക്കുന്ന, പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാനൊക്കെ ശ്രമിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാകുന്നത്. അതൊരു പ്രശ്നമാണ്. അപ്പം ക്രിറ്റിസിസത്തിൽ നമുക്ക് എഴുതാനുള്ളത് മാർജിനലൈസേഷൻ ഓഫ് റിലീജിയൻ. മതത്തെ പലപ്പോഴും എന്ത് ചെയ്യുന്നു, സെക്യുലറിസം നടപ്പിലാക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ മതത്തെ അരികുവൽക്കരിക്കപ്പെടുന്നു. ദെൻ വെസ്റ്റേൺ ബയാസ്, വെസ്റ്റേൺ കൺട്രീസിലുള്ള പൂർണ്ണമായിട്ടും ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം വളരെ സ്ട്രോങ് റിലീജിയസ് ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകുന്നു. സ്റ്റേറ്റ് ന്യൂട്രാലിറ്റി ഹാസ് ഹോസ്റ്റിലിറ്റി. സ്റ്റേറ്റ് എപ്പോഴും ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് മതങ്ങൾ തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണമാകുന്നു. എല്ലാ മതങ്ങളോടും ചിലപ്പം കുറച്ചധികം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന മതങ്ങൾക്കും വളരെ കുറഞ്ഞ ജനസംഖ്യയുള്ള മതങ്ങളോടും ഉള്ള സ്റ്റേറ്റിന്റെ ദൂരം എന്ന് പറയുന്നത് സമദൂരമായിരിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ദെൻ സെക്യുലറൈസേഷൻ വീസ് സെക്യുലറിസം എന്ന് പറയുന്നത്, സെക്യുലറൈസേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മതങ്ങൾക്കും പ്രാധാന്യം വരുന്നതിന് പകരം മതങ്ങളെ ഇല്ലാതെയാക്കുന്ന, ഇറാഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇതിനകത്ത് രൂപപ്പെട്ടു വരുന്നു. ഇതാണ് ക്രിറ്റിസിസത്തിൽ എഴുതേണ്ടത്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ കോർ പാർട്ട് എന്ന് പറയുന്നത് ക്രിറ്റിസിസം ആണ്. നമ്മളോട് എഴുതാൻ പറഞ്ഞതും ക്രിറ്റിസിസം ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾ വരുന്നത്, ആദ്യം അതിന് ഇൻട്രൊഡക്ഷൻ എഴുതി, ദെൻ എന്താണ് സെക്യുലറിസം എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ്, ഫ്രീഡം ഓഫ് റിലീജിയൻ, ന്യൂട്രാലിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ഒക്കെ പറഞ്ഞു വെച്ചു. എന്താണ് സെക്യുലറിസം മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ്, സെക്യുലറിസത്തിന്റെ ഒരു പോസിറ്റീവ് ആർഗ്യുമെന്റ്സ് അവിടെ പറയുന്നു. ദെൻ
അതിന്റെ ക്രിട്ടിക്സും കൂടെ പറയുന്നു. അപ്പോഴാണ് അത് ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകുന്നത്. ദെൻ അതിന് നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സെക്യുലറിസം എന്ന് പറയുന്നത് എന്താണ്, വളരെ ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ് ആണ്. അതാണ് അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. സെക്യുലറിസം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റും റിലീജിയനും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ബന്ധമാണ്. ദെൻ അത് റിലീജിയസ് ഫ്രീഡം, ഓരോ വ്യക്തിക്കും റിലീജിയസ് ഫ്രീഡം കൊടുക്കുന്നു. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള സമാധാനങ്ങൾ നിർമ്മിക്കുന്നു. ഇങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് എഴുതാം. ദെൻ നമുക്ക് എന്താ പറയാം, ഇൻ ടുഡേയ്സ് globalized world, the diverse religious population, the concept of secularism faced new challenges. നിലവിൽ ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ആഗോള ജനതയ്ക്ക് ഈ സെക്യുലറിസം എന്നുള്ള ആശയത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള റിലീജിയസ് ടെററിസവും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് കൺക്ലൂഷനകത്ത് എന്ത് ചെയ്യാം, അതിന്റെ ക്രിറ്റിസിസത്തിന്റെ പാർട്ടും കൂടെ എടുത്ത് എഴുതാം. ഇതിൽ പ്രധാനമായിട്ടും ഉള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഈ മതത്തെ മാർജിനലൈസ് ചെയ്യപ്പെടുന്നതും വെസ്റ്റേൺ ബയാസും അതുപോലെ തന്നെ സെക്യുലറൈസേഷൻ വേഴ്സസ് സെക്യുലറിസവും ഇങ്ങനെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്ന ഭാഗമൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസം. എന്നിട്ട് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ എഴുതിയിട്ടുള്ള ഒരു വാക്കുണ്ടല്ലോ, ഇത് എപ്പോഴും ഡിബേറ്റിൽ നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതും കൂടെ എഴുതിയിട്ടാണ് നിങ്ങൾ കൺക്ലൂഷൻ ഫൈനൽ ചെയ്യേണ്ടത്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് വരാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇന്ത്യൻ സെക്യുലറിസം എന്താണ്, വെസ്റ്റേൺ സെക്യുലറിസം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഒറ്റ ക്വസ്റ്റ്യനകത്ത് നിന്ന് ഇതൊക്കെ കിട്ടും. എന്നാൽ ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് എന്താണ് സെക്യുലറിസം എന്ന് ജനറൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഈസ് വെസ്റ്റേൺ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ഡിഫറെന്റ് ഫ്രം ഇന്ത്യൻ സെക്യുലറിസം, ഡിസ്കസ് വിത്ത് എക്സാമ്പിൾസ്. അപ്പം എങ്ങനെയാണ് ഇന്ത്യൻ സെക്യുലറിസം വെസ്റ്റേൺ സെക്യുലറിസത്തിൽ നിന്ന് വ്യത്യാസമാകുന്നത്? ഇനി ഇന്ത്യൻ സെക്യുലറിസം എന്താണ്, വെസ്റ്റേൺ സെക്യുലറിസം എന്താണെന്ന് ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എന്താണോ പഠിച്ചത് അങ്ങനെ തന്നെ എടുത്ത് എഴുതാൻ പറ്റും. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് കുറച്ചും കൂടെ എല്ലാറ്റിനെയും ഒരുമിച്ച് കൂട്ടുന്നതാണ്. വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി സെപ്പറേഷൻ എന്നാണ് അതിനകത്ത് പറയുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ചർച്ചിനെയും സ്റ്റേറ്റിനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഇവിടെ നമ്മൾ എന്താണ് ഡെഫിനിഷൻ ഓഫ് സെക്യുലറിസം ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, നേരത്തെ നമ്മൾ എഴുതിയത് കൊണ്ട് അത് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. ദെൻ ഇവിടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ സെക്യുലറിസം ഓഫർ ഡിസ്റ്റിങ്ക്ട് അപ്രോച്ചസ് ടു നാവിഗേറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് ദ സ്റ്റേറ്റ്. അതായത് ഇന്ത്യൻ സെക്യുലറിസവും വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറയുന്നത് രണ്ട് പേഴ്സ്പെക്റ്റീവാണ്, രണ്ട് വ്യത്യസ്തമായ അപ്രോച്ചസ് ആണ് മുന്നോട്ട് വെക്കുന്നത്. അത് നമുക്ക് നേരത്തെ തന്നെ അറിയാം, എന്താണെന്നറിയാം. വേണമെങ്കിൽ നമുക്കത് ഒന്നുകൂടെ എന്ത് ചെയ്യാം, ഇതിനകത്ത് വിശദീകരിച്ചു കൊടുക്കാം. വെസ്റ്റേൺ സെക്യുലറിസം എന്താണ്? വെസ്റ്റേൺ സെക്യുലറിസം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചാണ്, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സ്ട്രിക്റ്റ് സെപ്പറേഷൻ, സ്റ്റേറ്റ് ആൻഡ് ചർച്ചിന് എന്ത് ചെയ്യുന്നു, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. വെസ്റ്റേൺ സെക്യുലറിസം എംഫസൈസ് സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ്. ഇതെല്ലാം നേരത്തെ എന്താണോ പഠിച്ചു വെച്ചത് അത് തന്നെയാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്, മറ്റൊന്നും ഇതിനകത്തെ കൊണ്ടുവരേണ്ടതില്ല. അപ്പം ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്താണ്, റിലീജിയസ് സിംബൽസ് ആൻഡ് പ്രാക്ടീസസ് ആർ ഓഫൻ റെസ്ട്രിക്റ്റഡ് ഇൻ പബ്ലിക് സ്പേസസ് ഇൻ ഗവൺമെന്റ് ബിൽഡിംഗ്സ് ആൻഡ് സ്കൂൾസ്. അതായത് മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ പൂർണ്ണമായിട്ടും വിലക്ക് വരുന്ന രൂപത്തിൽ, ഇപ്പൊ ഫ്രാൻസിലെ ഈ ഹിജാബ് നിരോധിച്ച ബാൻ ചെയ്തിട്ടുള്ള സ്കൂളിന്റെ നിയമങ്ങളെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അവർ സെക്യുലറൈസേഷൻ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? സെക്യുലറൈസേഷൻ എന്ന് പറയുന്നത് മതപരമായ ഒരു പ്രാക്ടീസുകളെയും എന്ത് ചെയ്യാൻ പാടില്ല, പബ്ലിക് സ്ഫിയറിനകത്തേക്ക്, അതായത് സ്കൂളുകൾക്കകത്തേക്ക്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കകത്തേക്ക്, പൊതു പബ്ലിക് സ്ഫിയറിനകത്തേക്ക് ഒരു തരത്തിലുള്ള പ്രാക്ടീസസുകൾ, സിംബലുകൾ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് സ്ട്രിക്റ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. മതത്തെ ഒരു തരത്തിലും സ്വാധീനിക്കാത്ത രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് ജനത മുന്നോട്ട് പോകേണ്ടത്. അതാണ് വെസ്റ്റേൺ സെക്യുലറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത്, സ്ട്രിക്റ്റ് സെപ്പറേഷൻ. ഇവിടെ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് എന്ത് ചെയ്യാം, ഫ്രാൻസിലെ അത് താഴെ കൊടുക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ കൂടെ ഒന്ന് ചെയ്താൽ മതി. ദെൻ ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ റൈറ്റ്സ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇൻഡിവിജ്വൽ റൈറ്റ്സിന് എന്ത് ചെയ്യുന്നു, കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു. ആളുകൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, ചൂസ് ദെയർ ഫെയ്ത്ത് ഓർ നോട്ട്. അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ മതത്തെ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാനുള്ള ഇൻഡിവിജ്വൽ റൈറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ദെൻ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, എൻലൈറ്റ്മെന്റും അതുപോലെ തന്നെ സയന്റിഫിക് റവല്യൂഷനൊക്കെ വന്ന കാലത്ത് മതത്തിൽ നിന്ന്
ചർച്ചിനെ സോറി രാഷ്ട്രത്തിൽ നിന്ന് ചർച്ചിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളാണ് കൂടുതൽ നടന്നത്. സയൻസ് വരുന്നതും അതുപോലെ തന്നെ എൻലൈറ്റ്മെന്റും മറ്റു റിനൈസൻസ് ഒക്കെ വരുന്നതിന്റെ ഭാഗം തന്നെ എന്താണ്, റിലീജിയസ് ഡോമിനേഷന്, മതത്തിന്റെ ചർച്ചിന്റെ ഡോമിനേഷൻ എന്ത് ചെയ്യണം, ഇല്ലാതെയാക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ചരിത്രപരമായിട്ട് എന്തുണ്ട്, വെസ്റ്റേൺ സെക്യുലറിസത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്ന് പറയുന്നത് അവിടെ വളരെ എന്താണ്, വലിയ കോൺഫ്ലിക്റ്റുകൾ നടന്നിട്ടുണ്ട്. ആ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ചർച്ചും സ്റ്റേറ്റും തമ്മിലാണ്. നേരത്തെ ശാസ്ത്രമൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മതം അത് അംഗീകരിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് പ്രാബല്യത്തിൽ വരും. അല്ലെങ്കിൽ അത് പറഞ്ഞ ആളെ കൂടെ എന്ത് ചെയ്യുന്നു, വിമർശന വിധേയമാക്കുകയും അവരെ വധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കുറെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ചർച്ചിന് പ്രാധാന്യമുള്ള ഒരു ലോകത്ത് നിന്ന് സ്റ്റേറ്റിന് പ്രാധാന്യമുള്ള ഒരു ലോകത്തിലേക്ക് വരുന്നു. ആ വരുന്ന സമയത്ത് ഇവർ രണ്ട് കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് അതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സ്ട്രിക്റ്റ് സെപ്പറേഷൻ ആണ് ഒന്നാമത് ചെയ്തത്. പിന്നെ ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ റൈറ്റ്. ഇതെല്ലാം നേരത്തെ പറഞ്ഞതാണ്. ഞാൻ അതൊന്നും കൂടെ ഫ്രെയിം ചെയ്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാറ്റിന്റെയും ഉത്തരം ഒന്ന് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. വെസ്റ്റേൺ സെക്യുലറിസം ഇന്ത്യൻ സെക്യുലറിസം തമ്മിലുള്ള വ്യത്യാസം എഴുതുമ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ഹെഡിങ്ങിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സ്ട്രിക്റ്റ് ഫോം ഓഫ് സെക്യുലറിസം വിത്ത് ബാൻസ് ഓഫ് റിലീജിയസ് സിംബൽസ് ലൈക്ക് ഹാൻഡ്, അതായത് നമ്മുടെ ഈ ഹിജാബ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, പബ്ലിക് സ്കൂളുകളിൽ നിന്ന് നിരോധിക്കുന്നു. അതുപോലെ തന്നെ മതത്തിന്റെ സിംബലുകളെ പബ്ലിക് പ്ലേസിൽ നിന്ന്, സ്കൂളുകളിൽ നിന്നും മറ്റൊക്കെ നിരോധിക്കുക എന്ന് പറയുന്നത് ഫ്രാൻസ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സെക്യുലറിസം പാർട്ടാണ്. അത് നമുക്ക് അവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. വിത്ത് എക്സാമ്പിൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും അതോടെ കൊടുത്തിരിക്കണം. ദെൻ ഇന്ത്യൻ സെക്യുലറിസം. ഇന്ത്യൻ സെക്യുലറിസം എന്നുള്ളതിന് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഈക്വൽ റെസ്പെക്ട്. അപ്പൊ എന്താണ് ഇന്ത്യൻ സെക്യുലറിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നത് എല്ലാ മതങ്ങളെയും ഈക്വൽ ആയിട്ട് റെസ്പെക്ട് ചെയ്യുകയും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യൻ സെക്യുലറിസം മുന്നോട്ട് വെക്കുന്നത്. എല്ലാ മതങ്ങളും തമ്മിൽ എന്തുണ്ടാകണം, സഹിഷ്ണുതകൾ ഉണ്ടാകണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മതപരമായ വിശ്വാസത്തിന്, മതത്തിൽ ചേരുന്നതിന്, മതം പ്രബോധനം ചെയ്യുന്നതിനൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ പ്രത്യേകത. അപ്പം എല്ലാ മതങ്ങളെയും ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത്. രാഷ്ട്രത്തിനകത്തേക്ക് മതം ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ രാഷ്ട്രത്തിന് പ്രത്യേകമായിട്ട് എന്തില്ല, ഒരു മതമില്ല. എല്ലാ മതങ്ങളോടും തുല്യമായ പ്രാധാന്യമാണ്. എന്നാൽ എല്ലാവർക്കും എന്ത് ചെയ്യാം, അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ത്യൻ സെക്യുലറിസം പറയാം. വെസ്റ്റേൺ സെക്യുലറിസം പറയുന്നത് എന്താണ്, ഒരു മതത്തിന്റെ പ്രാക്ടീസുകളും പൊതുസ്ഥലങ്ങളിലും മറ്റും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ദെൻ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഇതിന്റെ നമ്മുടെ പ്രാക്ടീസുകൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീജിയസ് മാറ്റേഴ്സിൽ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നടന്ന ഡിസ്ക്രിമിനേഷനുകൾ, മതപരമായ ആചാരങ്ങൾക്ക് നടന്ന ഡിസ്ക്രിമിനേഷനുകൾ, സതി പോലെയുള്ള ആചാരങ്ങൾ, അത്തരം ആചാരങ്ങൾക്കെതിരെ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ വെസ്റ്റേൺ സെക്യുലറിസത്തിനകത്ത് മതത്തിൽ ഒരു തരത്തിലും സ്റ്റേറ്റ് ഇടപെടുന്നില്ല, അതിനെ ഒഴിവാക്കി വിടുകയാണ്, സെപ്പറേറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യൻ സെക്യുലറിസത്തിനകത്ത് എന്തുണ്ട്, അതിനകത്ത് നടന്ന അനാചാരങ്ങളെ വലിയ രൂപത്തിൽ വിമർശിക്കുകയും അതിനെതിരെ നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലെ പോസിറ്റീവായിട്ടുള്ള പല വശങ്ങളെയും പ്രാക്ടീസുകളെയൊക്കെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളും രാജ്യം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ എങ്ങനെയാണ്, ഇടപെടൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, മതത്തിനകത്ത് ഇടപെടുന്നു. ദെൻ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് മതപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, വലിയ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരുപാട് മതങ്ങൾ ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ ഒരുപാട് മതങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. അപ്പം ഇന്ത്യൻ നേരത്തെ നമ്മൾ ഫ്രാൻസിൽ എക്സാമ്പിൾ എഴുതിയ പോലെ ഇന്ത്യ അലൗസ് റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ടു മാനേജ് ദെയർ ഓൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മള് പബ്ലിക് സ്ഫിയറിനകത്ത്, സ്കൂളുകൾക്കകത്ത്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് സിംബലുകൾ അല്ലെങ്കിൽ പ്രാക്ടീസുകൾ അനുവദിക്കുക എന്ന് മാത്രമല്ല, ഇത്തരം കമ്മ്യൂണിറ്റികൾക്ക് ഫണ്ട് കൊടുത്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഫണ്ട് കൊടുത്തുകൊണ്ട് എയ്ഡഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എപ്പോഴും എന്താണ്, എല്ലാ മതങ്ങളെയും ഇൻക്ലൂഡഡ് ആണ്. വെസ്റ്റേൺ എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും എക്സ്ക്ലൂഡഡ് ആണ്. ഇന്ത്യയിൽ ഈക്വൽ റെസ്പെക്ട് ഉണ്ട്,
സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ നന്നായി നടക്കുന്നുണ്ട്. ചരിത്രപരമായിട്ട് നമുക്ക് ഒരുപാട് മതങ്ങൾ രൂപപ്പെട്ടതിന്റെ ഒരു ചരിത്രമാണുള്ളത്. വെസ്റ്റേൺ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മതത്തെ ഇതിനകത്തുനിന്ന് വേർപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള സംഘർഷങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് തീരെയില്ല. അതുപോലെ തന്നെ ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, ഇതിനെ ചേർന്ന് വരാത്ത രൂപത്തിൽ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. ഫ്രാൻസിലെ സ്കൂളുകളിൽ നിന്ന് മതത്തിന്റെ സിംബലുകളെ നിരോധിച്ച് ബാൻ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് അവിടെ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിറ്റികൾക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാനും അതിന് ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഫണ്ടിങ് നൽകാനും എന്ത് ചെയ്യുന്നു, രാജ്യത്ത് സാധിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി വെറുതെ ഇതൊന്ന് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഒറ്റ നോട്ടത്തിൽ അതിന്റെ ഒരു സെപ്പറേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ എന്താണ് ഡിഫറൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം വായിക്കുകയും ചെയ്യാം. വെസ്റ്റേണിൽ എന്താണ് സ്ട്രിക്റ്റ് സെപ്പറേഷൻ ആണ്, പബ്ലിക് പ്ലേസിനകത്ത് ഇത് പാലിക്കാൻ പാടില്ല. ഇന്ത്യൻ ആണെങ്കിൽ എന്താണ് ഇതൊക്കെ ഇവിടെ പാലിക്കാം. അതുപോലെ തന്നെ റിലീജിയസ് ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇൻഡിവിജ്വൽ വേഴ്സസ് കമ്മ്യൂണൽ റൈറ്റ്സ് എന്ന് പറയുന്നത് വെസ്റ്റേൺസിലാണെങ്കിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പം ഇവിടെ ആണെങ്കിൽ കുറച്ചും കൂടെ കമ്മ്യൂണിറ്റി പ്രാക്ടീസസിനും ഒരു ബാലൻസ്ഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് വിത്ത് റെസ്പെക്ട് ഫോർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ദെയർ പ്രാക്ടീസസ്. സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ ആണെങ്കിൽ സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ വളരെ വളരെ മിനിമൽ ആണ് വെസ്റ്റേൺ കൺട്രീസിൽ. ഇന്ത്യയിലാണെങ്കിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഡിസ്ക്രിമിനേഷനെതിരെ മതത്തിനകത്ത് നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ശക്തമായിട്ട് വാദിക്കുന്നുണ്ട്. ദെൻ മതപരമായിട്ടുള്ള പ്രാക്ടീസുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ നന്നായിട്ട് ഇന്ത്യയിൽ നടക്കുന്നു, വെസ്റ്റേണിൽ നടക്കുന്നില്ല. കമ്മ്യൂണൽ റൈറ്റ്സിനെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ടെന്നാണ് ഇന്ത്യൻ സെക്യുലറിസം മുന്നോട്ട് പോകുന്നത്. ദെൻ ഇൻഡിവിജ്വൽ ഫ്രീഡം മാത്രമാണ് ആര് നോക്കുന്നത്, വെസ്റ്റേൺ നോക്കുന്നത്. ദെൻ സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പബ്ലിക് പ്ലേസിൽ നടക്കുമ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇന്ത്യ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നു, ഇതിനൊക്കെ അനുവദിക്കുകയും എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള ഒരു ഈക്വൽ പാർട്ടിസിപ്പേഷൻ നൽകുകയും ചെയ്യുന്നു. ഇതാണ് അതിന്റെ ഒരു, വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്കൊക്കെ ചേർക്കാൻ പറ്റുന്ന പോയിന്റ്. ഇങ്ങനെ ഈ രൂപത്തിലും വേണമെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് കണ്ടന്റ് പാർട്ടിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. ദെൻ അതിന്റെ കൺക്ലൂഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എഴുതിയതുപോലെ വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് രണ്ട് അപ്രോച്ചസുകളാണ്. രണ്ടും രണ്ട് രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പം അതിന് രണ്ടിനും രണ്ട് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണുള്ളത് എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. രണ്ടിനും രണ്ട് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്. ഒന്നിന് രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ് വെസ്റ്റേണിലുള്ളത്. കുറച്ചും കൂടെ ഇതിനൊക്കെ മതങ്ങൾ തന്നെ ഉണ്ടായി വരാൻ പറ്റുന്ന ചരിത്രപരമായിട്ടുള്ള പാശ്ചാത്തലമാണ് ഇന്ത്യൻ സെക്യുലറിസത്തിനകത്തുള്ളത്. പിന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സെക്യുലറിസം ആണ് ഗ്ലോബലൈസ്ഡ് വേൾഡിൽ നടക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ഇത് ഒരു ഓൺഗോയിങ് ഡിബേറ്റ് ആണ് എന്നുള്ളതും എന്ത് ചെയ്യണം, ഇതിനകത്ത് പറഞ്ഞു വെക്കണം, കൺക്ലൂഷനകത്ത് പറഞ്ഞു വെക്കണം. ഇത്രയാണ് നമുക്ക് ഇന്ത്യൻ സെക്യുലറിസവും വെസ്റ്റേൺ സെക്യുലറിസവും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ പറയാൻ പറ്റുന്നത്. ആദ്യം അതിന്റെ ഒരു ഡെഫിനിഷൻ എഴുതുന്നു, ദെൻ രണ്ടും രണ്ട് അപ്രോച്ചസ് ആണെന്ന് എഴുതുന്നു. വെസ്റ്റേൺ സെക്യുലറിസത്തിനകത്ത് മൂന്ന് കാര്യങ്ങൾ: സ്ട്രിക്റ്റ് സെപ്പറേഷൻ, ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ റൈറ്റ്, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. അതുപോലെ ഫ്രാൻസിലെ ആ ഒരു എക്സാമ്പിൾ എഴുതാം. രണ്ടാമത് ഇന്ത്യൻ സെക്യുലറിസത്തിനകത്ത് ഈക്വൽ റെസ്പെക്ട്, സ്റ്റേറ്റ് ഇന്റർവെൻഷൻ, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഉണ്ടാകും എന്നുള്ളതാണ്, ഈക്വൽ റെസ്പെക്ട് കൊടുക്കും എന്നുള്ളതാണ്, ചരിത്രപരമായിട്ട് മതങ്ങൾ ഉണ്ടായ ചരിത്രമുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു തരത്തിലും മതത്തെ എന്ത് ചെയ്യുന്നില്ല, ചരിത്രപരമായിട്ടും ഇതിനകത്തേക്ക് ചേർന്ന് വരുന്നില്ല. നിലവിലും എന്ത് ചെയ്യുന്നില്ല, മതത്തെ ഒരു തരത്തിലും പബ്ലിക് സ്ഫിയറിനകത്തേക്കും മറ്റൊന്നും കൊണ്ടുവരാനും വെസ്റ്റേൺ സെക്യുലറിസം ശ്രമിക്കുന്നില്ല. അപ്പം ഇത് രണ്ടുമാണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. ദെൻ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സെയിം ആണ്. എന്താണ് ഇന്ത്യൻ സെക്യുലറിസം ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ നമ്മൾ വെസ്റ്റേൺ സെക്യുലറിസം എന്നുള്ള പാർട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഉത്തരമാവും. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കുറച്ചും കൂടെ വിശദമായിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് വൈബ്രന്റ് കൾച്ചേഴ്സ് ആൻഡ് ഡൈവേഴ്സ് റിലീജിയൻസ് ട്രഡീഷൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റൂല. ഇന്ത്യയിൽ ഒരുപാട് എന്തുണ്ട്, സാംസ്കാരികപരമായിട്ടുള്ള വൈവിധ്യങ്ങളുണ്ട്, അതുപോലെ മതപരമായിട്ടുള്ള വൈവിധ്യങ്ങളുണ്ട്. ഇതൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ചില എക്സാമ്പിൾസ് ഒക്കെ അവിടെ കൊടുക്കാം. ഇന്ത്യയിൽ രൂപപ്പെട്ട മതങ്ങളുണ്ട്, അതുപോലെ തന്നെ സെമിറ്റിക് മതങ്ങൾ എന്ന പേരിൽ പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്ന മതങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെസ്റ്റിൽ നിന്നാണല്ലോ ഈ സെക്യുലറിസം രൂപപ്പെട്ടു വന്നത്. അപ്പം വെസ്റ്റിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സെക്യുലർ അപ്രോച്ചാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് പറയാം. എന്നിട്ട് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ, അതായത് ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറഞ്ഞ് മാത്രം വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചേർത്തിരിക്കേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത്
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക്, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നൊക്കെ പറയുന്നതോടുകൂടെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്യുലർ എന്ന് പറയുന്ന ഒരു വാക്ക് അതിനകത്ത് ചേർക്കുന്നുണ്ട്. മതേതരത്വ രാജ്യം എന്ന് പറയുന്ന ഒരു വാക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ചേർത്ത് കൊടുക്കുന്നതിന് എന്താണ്, എല്ലാ മതങ്ങളും ഇതിനകത്തേക്ക് കടന്നു വരാൻ പറ്റും, എല്ലാ മതങ്ങൾക്കും ഇതിനകത്തേക്ക് കടന്നു വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്നൊക്കെ പറയുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, സെക്യുലർ എന്ന പദം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് കയറുന്നത്. അപ്പം അത് ശരിക്കും ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ കൊടുക്കാം. എല്ലാറ്റിലും അത് കൊടുക്കാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞ 2 ഇൻട്രൊഡക്ഷനകത്തും ഇതൊക്കെ കൊടുക്കാവുന്നതാണ്. ഇനി എന്താണ് ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നിടത്ത് കൂടുതൽ വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ ഉള്ളത് തന്നെ നമുക്ക് എഴുതിയാൽ മതി. അതിനകത്ത് ഇക്വാളിറ്റി ഉണ്ട്. അവിടെ നമുക്ക് ഒരു സ്പെഷ്യൽ കാര്യം കൊടുക്കാൻ പറ്റുന്നത്, രാജ്യത്തിനൊരു സ്റ്റേറ്റ് റിലീജിയൻ ഇല്ല. ഒന്ന്, രാജ്യത്തിന് സ്റ്റേറ്റ് റിലീജിയൻ ഇല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, സെക്യുലറിസത്തെ വലിയ രൂപത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നു. അത് നമുക്ക് പറയാൻ പറ്റും. ദെൻ ആർട്ടിക്കിൾ 14, 15, 25 and 26 ഇതൊക്കെ മതപരമായിട്ടുള്ള വിവേചനങ്ങൾക്കും മറ്റുമൊക്കെ എതിരെ നടക്കുന്ന അത്തരം മതപരമായ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മതപ്രബോധന പ്രവർത്തനങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആർട്ടിക്കിളുകളാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ഇത്രയും ആർട്ടിക്കിളുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലേക്ക്, എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ നിർണ്ണയിക്കുന്ന രൂപത്തിലേക്കുള്ള ആർട്ടിക്കിളുകൾ രൂപപ്പെടുന്നുണ്ട്. ദെൻ പോസിറ്റീവ് സെക്യുലറിസം ആണ് ഇന്ത്യയിലുള്ളത്. വെസ്റ്റേൺ കൺട്രീസിലെ സ്ട്രിക്റ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നതിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ് ക്യാൻ സപ്പോർട്ട് ആൻഡ് റെഗുലേറ്റ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദെയർ. അതായത് സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു മതത്തെ എന്നുള്ളതാണ് ഇന്ത്യൻ സെക്യുലറിസം പറയുന്നത്. ദെൻ റെസ്പെക്ട് ഫോർ ഓൾ ഫെയ്ത്ത്സ്, രാജ്യത്ത് ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻ, എല്ലാ മതങ്ങൾക്കും തുല്യമായ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ മതങ്ങളെയും ഇവിടുന്ന് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, എല്ലാ മതങ്ങളെയും എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് ഇൻക്ലൂഡഡ് ആയി കൊണ്ടുവന്ന് തുല്യമായ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ അതിന്റെ ഹിസ്റ്റോറിക്കൽ റൂട്ട് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പോസ്റ്റ് കൊളോണിയൽ ലെഗസി. അതായത് 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടെ നമ്മളൊരു സെക്യുലർ സ്റ്റേറ്റ് ആവണം എന്നുള്ളതാണ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള രാജ്യത്തിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആളുകളൊക്കെ മുന്നോട്ട് വെച്ച എന്താണ്, രാജ്യത്തിന് ഒരു മതം ഉണ്ടാവാൻ പാടില്ല, രാജ്യം ഒരു സെക്യുലർ സ്റ്റേറ്റ് ആവണം. അപ്പം പോസ്റ്റ് കൊളോണിയൽ ലെഗസിക്ക് അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒന്നാണ് എന്ത്, ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആവണം എന്നുള്ളത് 1947 മുതൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ടീഷനൊക്കെ സംഭവിച്ച സമയത്ത് ഇന്ത്യ നിലനിൽക്കുന്നത് ഒരു സെക്യുലർ സ്റ്റേറ്റ് ആവണമെന്ന് നെഹ്റുവിനെ പോലുള്ള ആളുകൾക്ക് വാദിച്ചിട്ടുണ്ട്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ അകത്തേക്ക് നമ്മൾ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, 1976 42ാമത്തെ അമെൻമെന്റിന് ഈ സെക്യുലർ എന്ന് പറയുന്ന ഒരു വാക്കിനെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ ഇതിൽ നമ്മൾ ഇവിടെ അഭിമുഖീകരിക്കുന്ന ചില ചലഞ്ചസ്, വെല്ലുവിളികൾ, ഇന്ത്യൻ കോൺസെപ്റ്റിലെ സെക്യുലറിസം ഉള്ള ക്വസ്റ്റ്യൻ. അപ്പൊ അതിനകത്ത് നമുക്ക് എന്തോ എഴുതാം, ഇത് നേരിടുന്ന വെല്ലുവിളികളും കൂടെ എഴുതി വെക്കാലോ. അപ്പം മെജോറിറ്റി മൈനോറിറ്റി കൺസേൺസ്, നമുക്കറിയാം രാജ്യത്ത് ഭൂരിപക്ഷമാണുള്ളത്. സ്വാഭാവികമായിട്ടും മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് പലതും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണൽ പൊളിറ്റിക്സ്, രാജ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ പലപ്പോഴും എന്താകുന്നുണ്ട്, മതത്തെ പാർട്ടിയുടെ ഭാഗമാക്കി മാറ്റുകയും എന്നിട്ട് ഈ ഒരു കമ്മ്യൂണൽ, ഒരു വർഗീയമായിട്ടുള്ള ചിന്താധാരകൾ ഇതിനകത്ത് രൂപപ്പെടാറുണ്ട്. ദെൻ സെക്യുലറിസം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ മോഡലിൽ നിന്ന് മാറിയിട്ട് ഒരു വെസ്റ്റേൺ സെക്യുലറൈസേഷൻ രൂപം ഇവിടെ അതിന്റെ ഒരു കോൺസെപ്ഷൻ ഇവിടെ നടക്കുന്നത് കൊണ്ട് പലപ്പോഴും എന്താണ്, മതത്തെ ഡിസ്കറേജ് ചെയ്യുന്നു എന്നുള്ള രൂപത്തിലേക്ക് വരാറുണ്ട്. സെക്യുലറൈസേഷൻ എന്ന് പറയുന്നത് മതം ഇല്ലാത്ത അവസ്ഥയാണ് എന്നുള്ളതിലേക്കുള്ള ഒരു കൺസേൺസ്, ആലോചനകൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, രാജ്യത്ത് വരുന്നത് ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും. ഈ സെക്യുലറിസത്തിന് ഒരു വെല്ലുവിളിയായിട്ട് മുന്നോട്ട് വെക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കാര്യമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇതിനകത്ത് കുറച്ച് ആർട്ടിക്കിളുകൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ പോസ്റ്റ് കൊളോണിയൽ ലെഗസിയും കോൺസ്റ്റിറ്റ്യൂഷൻ നേരത്തെ പറഞ്ഞാണ്. ഇതിന്റെ ഹിസ്റ്റോറിക്കൽ റൂട്ട് എന്ന് പറയുന്നത് പോസ്റ്റ് കൊളോണിയൽ ലെഗസിയും കോൺസ്റ്റിറ്റ്യൂഷനുമാണ്. ദെൻ അതിന്റെ ചലഞ്ചസ്,
മെജോറിറ്റിയും മൈനോറിറ്റിയും തമ്മിൽ പ്രശ്നം ഉണ്ടാവും. കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? വർഗീയപരമായിട്ട് എന്ത് ചെയ്യുന്നു? മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സമയത്ത് ഉണ്ടാകുന്ന വർഗീയപരമായിട്ടുള്ള ആശയങ്ങൾ രാജ്യത്ത് രൂപപ്പെടുന്നു. ദെൻ സെക്യുലറൈസേഷന്റെ സമയത്ത് മതത്തെ തീർത്തും നിരാകരിക്കുക എന്ന് പറയുന്ന ഒരു ആശയം കൂടെ ഉണ്ടാകുന്നു. പിന്നെ അതിന്റെ ഒരു കൺക്ലൂഷനൊക്കെ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒറ്റ കൺക്ലൂഷനിലേക്ക് പഠിച്ചു വെക്കുകയും ദെൻ ഇതിപ്പോഴും നിലനിൽക്കുന്ന ഒരു ഡിബേറ്റ് ആണ് എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പരമാവധി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നേരത്തെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കുന്ന സമയത്ത് പരമാവധി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് ഒരു ബ്രോഡായിട്ട് സെക്യുലറിസം എന്താണ് എന്നുള്ളത് വിശദീകരിക്കാനായിരിക്കും. രണ്ടാമത് പിന്നെ ഇന്ത്യൻ സെക്യുലറിസവും വെസ്റ്റേൺ സെക്യുലറിസവും അതാണ് ശരിക്കും നമ്മൾ നോക്കി വെക്കേണ്ടത്. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു. വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറയുന്നത് എന്താണ്? എല്ലാറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ഫ്രാൻസിൽ എന്ത് ചെയ്യുന്നു? പബ്ലിക് സ്കൂളിനകത്ത് ഈ എന്താണ് ഹിജാബ് ധരിച്ചു വരുന്നതിനെ തടയുന്നു. അപ്പം ഹിജാബ് ധരിച്ചു വരാൻ പാടില്ല, അത് നിരോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരാൻ പാടില്ല, അതൊരു മതത്തിന്റെ ഐഡന്റിറ്റി ആയതുകൊണ്ട് വരാൻ പാടില്ല എന്ന് പറയാണ്. അപ്പം തീർത്തും മതത്തെ സെപ്പറേറ്റ് ചെയ്യാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് ഇന്ത്യയിൽ നമുക്ക് സ്കൂൾ തുടങ്ങാൻ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ന്യൂനപക്ഷമായിട്ടുള്ള മതവിഭാഗങ്ങൾക്കൊക്കെ സ്കൂളുകൾ തുടങ്ങാൻ സർക്കാർ ഫണ്ട് ചെയ്യുന്നു. അപ്പം രാജ്യത്തും രണ്ട് അപ്രോച്ചസുകളാണ് നിലനിൽക്കുന്നത്. ഇന്ത്യൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇതിന് ഇൻക്ലൂഡഡ് ആണ്. വെസ്റ്റേൺ എന്ന് പറയുന്നത് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാണ്. രണ്ടിന്റെയും ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും അങ്ങനെ തന്നെയാണ്. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ചർച്ചിനെയും സ്റ്റേറ്റിനെയും വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളും അതുപോലെ തന്നെ റവല്യൂഷനുകളുമാണ് എന്ത് ചെയ്തത്? സയന്റിഫിക് റവല്യൂഷനും എൻലൈറ്റ്മെന്റും ഒക്കെ ആയിട്ട് നിലനിന്നത്. ഇന്ത്യയിലാണെങ്കിൽ കുറെ മതങ്ങൾ രൂപപ്പെട്ടു വന്ന ചരിത്രപരമായിട്ടുള്ള പാശ്ചാത്തലമാണ് നമുക്കുള്ളത്. അപ്പം ഈ രണ്ട് കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ സെക്യുലറിസവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു.